ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ തന്നെ ഉപകാരപ്രദമായ കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ മൺചട്ടിയൊക്കെ വാങ്ങിച്ച് അതുപോലെ തന്നെ അപ്പം തന്നെ നമ്മൾ യൂസ് ചെയ്യാറില്ല, അത് മയക്കിയെടുക്കാറുണ്ട്. വളരെ എളുപ്പത്തിൽ ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ മയക്കിയെടുക്കാമെന്നുള്ള ടിപ്പ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വേണമെന്നുള്ളവർ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ മൺചട്ടിയൊക്കെ വാങ്ങിച്ച് ഇതുപോലെയൊക്കെ നമ്മൾ സീസൺ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറേ കാലം നമുക്ക് കേടാവാതെയും ഉറപ്പോടു കൂടെയും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. നോൺ സ്റ്റിക്ക് പാൻ, അതുപോലെ തന്നെ അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യുന്നേക്കാളും എത്രയോ ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഇതുപോലെ നമ്മൾ മൺപാത്രത്തിലൊക്കെ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ കഴിവതും നിങ്ങൾ അതുപോലുള്ള പാത്രങ്ങളൊക്കെ ഒഴിവാക്കി ഇതുപോലെ മൺപാത്രങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. നമ്മൾ ഉപയോഗിക്കേണ്ടതായ രീതിയിൽ ഉപയോഗിച്ചാൽ കുറേ കാലം നമുക്കിത് കേടാവാതെയും പൊട്ടാതെയും ഒക്കെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ മൺചട്ടി ഒന്ന് കഴുകിയെടുക്കുന്നത് ചാരം കൊണ്ടാണ് കേട്ടോ. നിങ്ങളടുത്ത് ചാരം ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് കടലമാവ് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ സോപ്പ് നിങ്ങൾ യൂസ് ചെയ്യരുത് കേട്ടോ. സോപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ മൺചട്ടിയിൽ ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ടാവും. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ അത് ഇറങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റീൽ സ്ക്രബ്ബർ ഇട്ട് ഉരയ്ക്കരുത് കേട്ടോ. ഈ രീതിയിൽ ചെറുതായിട്ടൊന്ന് കഴുകിയെടുക്കാം. ചാരം ഇട്ട് കഴുകുമ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പോയി കിട്ടും. ഇപ്പോൾ ഇതിൽ കളറൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ കുറച്ച് കഞ്ഞിവെള്ളം ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തു. ചട്ടി മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 ദിവസത്തെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ ധാരാളം മതിയാവും കേട്ടോ. നിങ്ങൾ എത്ര ചട്ടി വാങ്ങിയാലും ഈ രീതിയിൽ തന്നെ നിങ്ങൾക്ക് മയക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു ദിവസം മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചിരുന്നു. നിങ്ങൾ വെറുതെ വെള്ളത്തിലിട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. കഞ്ഞിവെള്ളമാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് മയക്കിയെടുത്ത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി കാണിച്ച ടിപ്പൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതിയാവും. ഇതിപ്പോൾ ഒരു 2 ദിവസം കൊണ്ട് മയക്കിയെടുക്കുന്ന രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ കഞ്ഞിവെള്ളത്തിൽ നിന്നും എടുത്ത ചട്ടീനി ഞാൻ കഴുകിയെടുക്കുന്നത് ഇതുപോലെ കുറച്ച് കടലമാവ് ഉപയോഗിച്ചിട്ടാണ്. കടലമാവ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് മാവും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് വെള്ളത്തിലൊന്ന് ആ മാവൊന്ന് കലക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ എല്ലായിടത്തും തേച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഈ രീതിയിൽ തന്നെ നിങ്ങൾ കഴുകിയെടുക്കുക കേട്ടോ. അപ്പോഴേ മൺചട്ടിയൊക്കെ കുറേ കാലം നമുക്ക് പൊട്ടാതെയും നല്ല ഈടോടുകൂടിയും സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തും അകത്തും പുറത്തും ഒക്കെ ഞാൻ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഉണങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ കഴുകിയെടുക്കുക കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഉറപ്പ് നമ്മളുടെ മൺചട്ടിക്ക് കിട്ടും. അടുപ്പൊക്കെ കത്തിക്കുന്നവരാണെങ്കിൽ കുറച്ച് സമയം അടുപ്പിൽ കഞ്ഞിവെള്ളം വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണെങ്കിലും വളരെ നല്ലതായിരിക്കും. ഇപ്പം ഞാൻ അടുപ്പൊന്നും ഇല്ലാത്തവരെന്താ ചെയ്യുക എന്നുള്ള ടിപ്പാണ് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ ചട്ടിയൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തിട്ട് ഗ്യാസിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏത് എണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് അത് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ ഒരു അരമുറി സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സവാള നന്നായിട്ട് ബ്രൗൺ ആയിട്ട് വരുന്നത് വരെ തന്നെ നമുക്ക് ഇതിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കത് ഒഴിവാക്കി കളയാം. ഇത് കുക്കിങ്ങിനൊന്നും നമ്മൾ എടുക്കരുത്. ഇതിൽ കളറും മണ്ണൊന്നും വരാത്തതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഇത് ക്ലീനാക്കി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. കറുപ്പ് കളറിലുള്ള മൺചട്ടി വാങ്ങുന്നവരുണ്ടാവും. അതും ഈ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. ആ എണ്ണയൊക്കെ ചട്ടിയുടെ എല്ലാ ഭാഗത്തും ആകുന്നവരെ തന്നെ നമുക്ക് തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ മൺചട്ടിയിൽ ഈ മരത്തിൻ്റെ തവിയായിരിക്കും യൂസ് ചെയ്യേണ്ടത്. സ്റ്റീലിൻ്റെ ഒന്നും ഉപയോഗിക്കരുത്. അപ്പോൾ ചെറിയ ചെറിയ വിള്ളലുകളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മരത്തവി തന്നെ നിങ്ങൾ എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ സവാളയൊക്കെ നന്നായിട്ട് ഇവിടെ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഇതുപോലെ ഒന്ന് തവി വെച്ചിട്ടാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഒഴിവാക്കി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇപ്പം ഞാൻ ഈ മൺചട്ടി ജസ്റ്റ് ഒന്ന് അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്.
അടുപ്പ് കത്തിക്കാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എണ്ണ തേച്ച് വെയിലിൽ വെച്ച് കൊടുത്തതിന് ശേഷം എടുത്ത് നമുക്ക് കുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ ചക്കക്കുരു. അത് ക്ലീൻ ചെയ്തെടുക്കേണ്ട ബുദ്ധിമുട്ട് കാരണം നമ്മൾ ആരും അത് ക്ലീൻ ചെയ്യാനോ ഒന്നിനു വേണ്ടി പോവാറില്ല. അത് നമ്മൾ വലിച്ചെറിഞ്ഞ് കളറായിരിക്കും ചെയ്യുന്നത്. എന്നാൽ വളരെ എളുപ്പത്തിൽ ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ചക്കക്കുരു ഒന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും തോല് വേറെ നമ്മുടെ ചക്കക്കുരു വേറെ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ രീതിയിലാവുമ്പോൾ കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എടുക്കുകയാണെങ്കിൽ തന്നെ വളരെ പെട്ടെന്ന് അതിൻ്റെ തൊലിയൊക്കെ നമുക്ക് തൊലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എത്ര ചക്കക്കുരു ഉണ്ടെങ്കിലും ഈ രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ഇത് വെച്ചിട്ടുള്ള പല പല റെസിപ്പികളുമുണ്ട്. ഇതിൽ നല്ല ഈസിയും ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഷേക്ക് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചക്കക്കുരുക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് അടിച്ചു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവുന്നതാണ്. ചക്കക്കുരു കഴിക്കാത്ത മക്കൾ പോലും കഴിച്ചു പോകും. അപ്പോൾ ചക്കക്കുരു കഴിക്കാത്തവർക്കൊക്കെ ഈ രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കാം. അതുപോലെ തന്നെ ചക്കയും ചക്കക്കുരുവും ഒക്കെ കേടാവാതെ വർഷങ്ങളോളം എങ്ങനെ ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കാം എന്നുള്ള ടിപ്പ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതാണ്. സീസൺ കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ചക്കയും ചക്കക്കുരുവും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ഞാൻ എല്ലാം ഒന്ന് തൊലിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് കാണുന്നുണ്ടാവും. വളരെ പെട്ടെന്ന് ഞാനിതൊന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് മിക്സി ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 2 ഏലക്കയുടെ കുരുവും കൂടെ ഞാൻ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം മാത്രം നമുക്ക് പാലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നന്നായിട്ട് നമുക്കൊന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഷേക്കിന് വേണ്ടിയിട്ടുള്ള പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീസായിട്ട് പാൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ മക്കളൊക്കെ കുടിക്കുന്നതുകൊണ്ട് അധികം ഒന്നും ഫ്രീസ് ആക്കിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് തണുപ്പ് വിട്ടതും ഞാൻ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ എളുപ്പത്തിൽ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ചക്കക്കുരു ഷേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാനും കൂടെ ഒന്ന് മറന്നു പോകരുത്. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഉള്ള സമയത്ത് അതുപോലെ നമ്മുടെ വീട്ടിലായാലും കുറേ പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് വാടി കരിഞ്ഞ് ഉണങ്ങി താഴെ പോവാറായിരിക്കും പതിവ്. എന്നാൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഷോക്കാവുന്ന ഒരു റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള പൂക്കൾ റോസാണ് കേട്ടോ. പന്നീർ റോസാണ്. നല്ല മണം ഉണ്ടാവും. അപ്പോൾ പന്നീർ റോസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. കുറച്ച് മുല്ലപ്പൂ എടുത്തിട്ടുണ്ട്, തുളസി എടുത്തിട്ടുണ്ട്. തുളസി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഉണങ്ങിയ ഈ പൂക്കളൊക്കെ ഞാനൊരു 2-3 ദിവസം വെയിലിൽ വെച്ച് ഉണക്കിയതാണ്. വെയിലില്ലെങ്കിൽ നിങ്ങൾ വീടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഉണക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് നമുക്കിതൊന്ന് ഉണങ്ങിയതിന് ശേഷം മിക്സി ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഏലക്കയും ഗ്രാമ്പും അതുപോലെ തന്നെ ഒരു ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ നമ്മളുടെ പ്രാണികളൊക്കെ അകറ്റാനുള്ള നല്ലൊരു സംഭവം കൂടിയാണ് ഇതൊക്കെ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കർപ്പൂരാണ് കേട്ടോ. ഇത് ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല. ഇത് നമ്മൾ ഈ മിക്സി ജാറിലിട്ട് അരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ സ്മെല്ല് പോവാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതുപോലെ ഒരു കുന്തിരിക്കത്തിൻ്റെ തുണ്ടും കൂടെ ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളുടെ പൂവൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളമില്ലാതെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള ജാറിൽ അരച്ചെടുക്കുക. അതുപോലെ തന്നെ പൂവ് നന്നായിട്ട് ഉണങ്ങി ശേഷമായിരിക്കണം നമ്മൾ അരച്ചെടുക്കുന്നത്. ഇത് കുറേ ദിവസം നമുക്ക് ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇനി ഞാൻ അതിലേക്ക് ഒരു 2-3 കർപ്പൂരം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കുറച്ച് നെയ്യാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ഓയിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നെയ്യാണ്. എന്നിട്ട് നന്നായിട്ട് ഈ രീതിയിലൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ജസ്റ്റ് ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ട് ഞാനൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ദിവസം നമ്മളിത് വെയിലിൽ വെച്ച് എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇത് ഉണങ്ങി കിട്ടും. ഞാനിപ്പോൾ വെയിലിലൊന്നും വെക്കുന്നില്ല കേട്ടോ. ഇപ്പം ഞാൻ കാണിക്കുന്നത് വെയിലിൽ വെക്കാതെയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒരു 2 ദിവസം വെയിലിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ അടച്ച് വെച്ചാൽ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് സന്ധ്യാസമയത്തൊക്കെ എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ നിന്നും ഒരു സ്കൂപ്പ് ഞാൻ ഇതുപോലെ ഒന്ന് മൺചിര അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിലേക്കായിട്ടൊരു കർപ്പൂരം വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈസി ആയിട്ട് ഈ ഒരു ഷേപ്പ് കാണിച്ചു തന്നു എന്ന് മാത്രം.
അപ്പോൾ ഒരു കർപ്പൂരം വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കത്തിച്ച് വെക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ സന്ധ്യാസമയത്ത് നമ്മുടെ വീട്ടിൽ ശല്യക്കാരായിട്ട് വരുന്നത് ഈച്ച, പാറ്റ, പല്ലി, എലി എന്നിവയൊക്കെ തുരത്താനുള്ള നല്ലൊരു നാച്ചുറൽ റെമഡിയാണ് കേട്ടോ. മാത്രമല്ല നമ്മുടെ വീട്ടിൽ നല്ലൊരു പോസിറ്റീവ് എനർജിയും കൂടെ ആയിരിക്കും ഉണ്ടാവുക. കാരണം നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അതുപോലുള്ളതാണ്. യാതൊരു കെമിക്കൽസും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുഞ്ഞു മക്കളുള്ള സ്ഥലത്ത് വരെ നമുക്ക് സേഫ്റ്റി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അധിക പൈസ ചിലവൊന്നുമില്ലാതെ നാച്ചുറലായിട്ട് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു റെമഡി തന്നെയാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.